ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? യെസ്, റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ദിസ് ആർ സം ഓഫ് ദി ഇവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. റീഡ് ദം കെയർഫുള്ളി. ഇവിടെ എന്താ കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? ഈ സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായി വായിച്ചു നോക്കാം. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി എന്ത് ചെയ്യാണ്? അവൻ്റെ മിസ്സായ ടീഷർട്ടും ഫുട്ബോളും സെർച്ച് ചെയ്യുകയാണ്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പാരൻസ് എന്ത് ചെയ്യാണ്? ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തു അല്ലേ. ദെൻ റിക്കി കംപ്ലയിൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ എന്ത് ചെയ്യാണ്? റിക്കി അവൻ്റെ അച്ഛനോടും അമ്മയോടും, അതായത് പാരൻസിനോട് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയാണ്. ദെൻ റിക്കീസ് മദർ ഗീസ് കോറസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. ദെൻ എന്താണ്? യെസ്, റിക്കി സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. ദെൻ റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ദെൻ റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ദെൻ റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. Then 9 ഏതാണ്? Ricky catches the butler robot red-handed. Then last, Ricky became ashamed of how he treated his belongings. ദെൻ എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, അറേഞ്ച് ദി ഇവൻറ്റ്സ് ഇൻ ഓർഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറാക്കി എഴുതണം അല്ലേ. ഈ തന്നിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ എന്താണ്? ഓർഡറാക്കി എഴുതണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ നൽകിയിട്ടുണ്ട്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പാരൻസ് എന്ത് ചെയ്തു? ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ആദ്യത്തെ നമ്മൾ പറഞ്ഞു റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് ആണല്ലേ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും കൂട്ടുകാരെ? സെക്കൻഡ് ആയിട്ട് വരിക. സെക്കൻഡ് ഇവന്റ് ഏതായിരിക്കും? യെസ്, എളുപ്പമല്ലേ. ഏതാണ്? യെസ്, റിക്കീസ് മദർ ഗേവ് ഹിം കോൾസ് ടു ഡു അറൗണ്ട് ദ ഹൗസ് അല്ലേ. സെക്കൻഡ് വൺ അതാണ്. ദെൻ തേർഡോ? യെസ്, റിക്കി വേക്കപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ഇതല്ലേ മൂന്നാമത് വരുന്നത്. ദെൻ 4, റിക്കി സെർച്ച്ഡ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഓക്കെ, ഇത് 5 അല്ലേ. ദെൻ ആറാമത് ഏതായിരിക്കും? റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. അപ്പോൾ ഇതാണ് യെസ്, ഇത് 4 ആണല്ലേ. ഓക്കെ, നോടി നോക്കാം നമുക്ക്. ഫസ്റ്റ് വണ്ണ് യെസ്, റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ദെൻ സെക്കൻഡ്, റിക്കീസ് മദർ ഗിവ് ഹിം കോറസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. ദെൻ തേർഡ് ഏതാണ് വരുന്നത്? റിക്കി വേക്കപ്പ് അപ്പ് ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ദെൻ ഫോർത്ത്, റിക്കി സെർച്ച്ഡ് ഫോർ ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഇത് ഫോർത്ത് വണ്ണാണ്, തെറ്റിപ്പോയി എഴുതിയതാണ്, നമ്മൾ എഴുതുമ്പോൾ തെറ്റിയതാണ്. അപ്പോൾ ഇത് ഏതാണ്? ഫോർത്ത് അല്ലേ. ദെൻ ഫിഫ്ത്ത്, റിക്കി കംപ്ലയിൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. Okay, then sixth ഏതാണ്? റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. സിക്സ്ത് അല്ലേ. ദെൻ 7, റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. Okay, then 8th, റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. ഇതാണല്ലേ 8 വരുന്നത്. Okay, then 9th, റിക്കി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. ദെൻ ലാസ്റ്റ് ഏതായിരിക്കും? യെസ്, റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. എളുപ്പമല്ലേ, എല്ലാതും കണ്ടെത്തിയല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് 1, 2, 3, 4, 5 ഇങ്ങനെ ഉണ്ടല്ലോ. നമ്മളിവിടെ ഇപ്പോൾ നമ്പർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? യെസ്, റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബവ്. നമ്മളിപ്പോൾ ഒരുപാട് സെൻറ്റൻസ് പറഞ്ഞു, അതായത് ഇവൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഓരോ ഇവൻറ്റ്സും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടി ഇതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. റിക്കി വാസ് an 11 years old boy. He was very untidy and scattered his things everywhere in the house. റിക്കി എന്താണ്? ഒരു 11-year-old boy ആണ്. Then he was very untidy and scattered his things everywhere.
അവൻ എങ്ങനെയുള്ളവനാണ്? ആ വൃത്തിയില്ല അല്ലേ, അൺടൈഡിയാണ്. അതുപോലെ തന്നെ എന്താണ്, സ്കാറ്റേഡ് ഹിസ് തിങ്സ് എവരിവെയർ ഇൻ ദ ഹൗസ്. അവൻ അവൻ്റെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? വീട്ടിലെല്ലായിടത്തും വലിച്ചിടും അല്ലേ, വിതറിയിടും. ഹിസ് ഫാദർ വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ് ആൻഡ് ഹിസ് മദർ വാസ് എ മാനേജർ ഇൻ എ ബാങ്ക്. അപ്പോൾ അവൻ്റെ അച്ഛൻ എങ്ങനെയാണെന്നാ പറയുന്നത്? റോബോട്ടിക്സ് എക്സ്പേർട്ടാണ്. ദെൻ മദറോ ബാങ്കിലെ മാനേജറാണ്. ഷി ഹാഡ് ടു ലീവ് ഏർലി ഫോർ വർക്ക്. അവർക്ക് എന്ത് ചെയ്യണം? വർക്കിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നേരത്തെ തന്നെ പോകണം അല്ലേ. സോ ദേ പർച്ചേസ്ഡ് എ ലേറ്റസ്റ്റ് മോഡൽ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഒരു ലേറ്റസ്റ്റ് മോഡൽ ബട്ട്ലർ റോബോട്ടിനെ വാങ്ങുകയാണ്. റിക്കീസ് മദർ ഗാവ് ദ റോബോട്ട് കോറസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കി വോക്ക് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കിയുടെ അമ്മ എന്ത് ചെയ്യാണ്? വീട്ടിലെ ജോലികളൊക്കെ അതിനെ ഏൽപ്പിക്കുകയാണ് അല്ലേ. ദെൻ റിക്കി വോക്കപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി എഴുന്നേറ്റ് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു റൂം? പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി ആയിരുന്നു അല്ലേ. ഹി സെർച്ച്ഡ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ ടീഷർട്ടും ഫുട്ബോളൊക്കെ മിസ്സായ ടീഷർട്ടും ഫുട്ബോളും തരികയാണ്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദം ആൻഡ് സോ ഹി കംപ്ലൈൻ ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ടർ റോബോട്ട്. അവൻ എന്താണ്? അവൻ്റെ സാധനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ പാരൻസിനോട് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയാണ്. ഹി ഫോളോഡ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് സ്പൈ ഓൺ ഇറ്റ്. തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ റിക്കി? അവൻ എന്ത് ചെയ്യാണ്? ബട്ട്ലർ റോബോട്ടിനെ പിന്നാലെ നടന്ന് അവൻ സ്പൈ വർക്ക് ചെയ്യാണ് അല്ലേ. ഹി കോട്ട് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. അവൻ അങ്ങനെ ബട്ട്ലർ റോബോട്ടിനെ കയ്യോടെ പിടികൂടി. റെഡ് ഹാൻഡഡ് മീൻസ് ഇവിടെ കയ്യോടെ പിടികൂടി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ദെൻ റിക്കി ബിക്കെയിം അഷെയിംഡ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോഴാണ് അവന് മനസ്സിലായതല്ലേ അവൻ എത്ര മോശമായിട്ടാണ് അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നെന്ന് അവന് മനസ്സിലായി. നാണക്കേട് തോന്നി. ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻ. അപ്പോൾ അവൻ എന്താണ്? അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി കൂട്ടുകാരെ? അവൻ്റെ സാധനങ്ങളൊക്കെ ബെറ്റർ കെയർ ചെയ്യാൻ തുടങ്ങി അല്ലേ. ഹി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അങ്ങനെ അവൻ എന്തായി മാറി? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പാരഗ്രാഫ് എഴുതുക. ഓക്കെ. ദെൻ സെക്കൻഡ് നോക്കാം നമുക്ക്. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ്, റൈറ്റ് ദം ബിലോ. കഥയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും എന്താണ് കൂട്ടുകാരെ? റിക്കിയുടെ ബിഹേവിയർ ആകെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദം ബിലോ. അപ്പം ബിഫോറും ആഫ്റ്ററും, അതായത് ആദ്യം അവൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, പിന്നീട് അവൻ്റെ സ്വഭാവം എന്തായി അല്ലേ. ഫസ്റ്റ് ബിഫോറിൽ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി എങ്ങനെയുള്ള ഒരാളായിരുന്നു? മെസ്സി ആൻഡ് കെയർലെസ് ആയിരുന്നു അല്ലേ. ദെൻ ആഫ്റ്റർ എന്താണ്? റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ എന്താണ്? വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വളരെ കെയർഫുള്ളായിട്ടാണല്ലോ ഉപയോഗിച്ചിരുന്നത്. ദെൻ സെക്കൻഡ് നമുക്ക് എന്ത് എഴുതാം? ഈസ് ഓൾവേസ് കംപ്ലെയിൻ ആൻഡ് പെസ്റ്റേർഡ് ഹിസ് പാരൻസ്. ദെൻ എന്താണ്? ആഫ്റ്റർ എന്താണ്? ഹി സ്റ്റോപ്ഡ് കംപ്ലെയിനിങ് ആൻഡ് പെസ്റ്ററിങ് ഹിസ് പാരൻസ്. ദെൻ തേർഡ് നോക്കൂ. ഹി തോട്ട് ദ കമ്പ്യൂട്ടർ വാസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാം. ദെൻ ആഫ്റ്റർ എന്തായിരുന്നു? ഹി റിയലൈസ്ഡ് ദാറ്റ് ദ കമ്പ്യൂട്ടർ വാസ് പ്രോപ്പർലി പ്രോഗ്രാം. Then first he did not know about the sufferings of the poor, lacked things. Then after, yes, he became generous and used his pocket money to help people to buy things they need. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ബിഫോറും ആഫ്റ്ററും എഴുതി ഉണ്ടാക്കുക. ഓക്കെ. ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബോട്ട്. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? റിക്കി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് അവൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന റോബോട്ടിനെ കുറിച്ച് പറയുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ നമ്മളോട് ആരുടെയൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, റിക്കിയും റോബിനും തമ്മിലുള്ളത് അല്ലേ. ഫസ്റ്റ് റിക്കി ചോദിക്കും, നോക്കൂ. യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. എൻ്റെ അച്ഛനൊരു റോബോട്ടിനെ വാങ്ങിയെന്ന് പറയുകയാണല്ലേ. അപ്പോൾ റോബിൻ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക കൂട്ടുകാരെ? റോബോട്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? റിയലി വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഇറ്റ് ഈസ് അത് ഏത് തരത്തിലുള്ള റോബോട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ റോബിൻ ചോദിക്കുകയാണ്, റിയലി ശരിക്കും വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഈസ് ഇറ്റ്? അപ്പോൾ റിക്കി പറയാണ് എ ബട്ട്ലർ റോബോട്ട്. ദെൻ റോബിൻ പറയാണ് എ ബട്ട്ലർ റോബോട്ട് വാട്ട് ഈസ് ഇറ്റ്? അതെന്താണെന്ന് ചോദിക്കുകയാണല്ലോ. അപ്പോൾ റിക്കി പറയാണ് എ ബട്ട്ലർ റോബോട്ട് ക്യാൻ ഡു ഓൾ ദ ഹൗസ് കോഴ്സ് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, സർവിങ് ദ ഫുഡ് ആൻഡ്
ആൻഡ് ടൈഡിങ് അപ്പ് ദ റൂംസ് റോബിൻ വണ്ടർഫുൾ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് യു പേഴ്സണലി അത് നിന്നെ എങ്ങനെയാണ് പേഴ്സണലി ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ റിക്കി പറയുകയാണ് ഇറ്റ് ക്ലീൻസ് മൈ റൂം ആൻഡ് അറേഞ്ച് ദ തിങ്സ് പ്രോപ്പർലി. എൻ്റെ റൂം ക്ലീൻ ചെയ്തു, എൻ്റെ തിങ്സൊക്കെ പ്രോപ്പറായിട്ട് വെച്ചു. ഇൻഫാക്ട് ദ റോബോട്ട് ഹാസ് ഹെൽപ്ഡ് മീ ചേഞ്ച് മൈ ബിഹേവിയർ. എൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണ് എൻ്റെ ബിഹേവിയറൊക്കെ ആകെ ചേഞ്ച് ചെയ്തു. ഐ യൂസ് ടു തിങ്സ് ഹി വാണ്ട്സ് ബട്ട് ദ റോബോട്ട് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് എവരി വൺ ഈസ് ലക്കി ആസ് ആം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആ റോബോട്ടിൽ നിന്ന് പഠിച്ചതെന്നൊക്കെ പറയുകയാണല്ലേ. ദെൻ റോബിൻ ഓ യു ഹാവ് ചേഞ്ച്ഡ് എലോട്ട്, നീ വളരെയധികം മാറിപ്പോയെന്ന് പറയുകയാണ്. ദെൻ റിക്കി ഐ ഹാവ് നൗ യൂസ് മൈ പോക്കറ്റ് മണി ടു ഹെൽപ്പ് പീപ്പിൾ ടു ബൈ ദ തിങ്സ് ദേ നീഡ്. ഇപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് മണി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. യെസ്, ടു ഹെൽപ്പ് പീപ്പിൾ ടു ബൈ ദ തിങ്സ് ദേ നീഡ്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ, ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് പറയുകയാണല്ലേ. അപ്പോൾ റോബിൻ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, ദാറ്റ്സ് വെരി ഗുഡ് ഓഫ് യു റിക്കി, ദാറ്റ്സ് വെരി ഗുഡ് ഓഫ് യു റിക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനേഷനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ഫോർത്ത് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയുടെ ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്, അത് വായിച്ചു നോക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാദർ നോക്കൂ, റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്താണ്, ഒരു വണ്ടർഫുൾ ഡിവൈസ് ആണല്ലേ. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു, അതിലെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനല്ലേ. അപ്പോൾ റിക്കി ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. റിക്കി എന്താ പറയണത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അവൻ എങ്ങനെയുള്ളവനാണ്, ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, അവനെ കൊണ്ട് നമുക്ക് ഉപകാരത്തെക്കാളേറെ ഉപദ്രവമായിരിക്കുമെന്ന് ആര് പറയും, റിക്കി പറയും. ദെൻ ഫാദർ യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ റോബോട്ട് വർക്ക്സ്. അപ്പോൾ റിക്കി പറയണം ഐ ക്യാൻ എഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം. ഈ റോബോട്ട് എന്തായിരിക്കും, ഒരു വലിയ പ്രശ്നമായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്, അതിനെ പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അതെന്തായിരിക്കും, നമുക്ക് വലിയൊരു പ്രശ്നമായി തീറുമെന്ന് പറയാനല്ലേ. ഓക്കെ, ദെൻ പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഇസ് ഷോ ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്ന വേർഡ്സ് അല്ലേ. എക്സ്പ്രഷൻസ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, യെസ്, മുകളിൽ തന്നിട്ടുള്ള ഭാഗത്ത് നിന്ന് യെസ് പാസേജിൽ നിന്ന് നമ്മളോട് സെലക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണത്, യെസ് ഐ ഡോണ്ട് തിങ്ക് സോ, യു ആർ റോങ്, കാൻ എഗ്രി വിത്ത് യു. ഇതൊക്കെ എന്താണ്, യെസ് ഡിസഗ്രിമെൻ്റ് കാണിക്കുന്ന എക്സ്പ്രഷൻസ് ആണല്ലേ. എന്തൊക്കെയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, യു ആർ റോങ്, ദെൻ ഐ കാൻ എഗ്രി വിത്ത് യു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്, നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് സ്റ്റോറി അബൌട്ട് റോബോട്ട്സ്. അപ്പോൾ അതുൽ എന്താ പറയുന്നത് നോക്കിയാലോ നമുക്ക് കൂട്ടുകാരെ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അഞ്ജുവിനും അതുലിനും റോബോട്ടിനെ കുറിച്ച് പറയാനുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുൽ I think robots are awesome. They can do so many things that human cannot. അപ്പോൾ അതിൽ എന്താ പറയുന്നത്, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം. റോബോട്ട്സ് ഒക്കെ എന്താണ്, ഓസം ആണല്ലേ. ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കാനോട്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ പറയുന്നത്. യെസ്, റോബോട്ടിന് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാണല്ലേ. ദെൻ അഞ്ച് പറയാം, യെസ് അതുൽ ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം. ഇപ്പം എന്താണ് അഞ്ച് പറയണത്, യെസ് അതുൽ ഞാനത് എഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് എന്തുണ്ട്, ഡൗൺ സൈഡ്സും ഉണ്ടെന്ന് പറയാണല്ലേ. അപ്പോൾ അതിൽ പറയാണ് ഐ ടോട്ടലി ഗെറ്റ് ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. റോബോട്ട് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. Yeah, that's true. They can be like super helpers, especially in factories where they can make things faster. അപ്പോൾ അതിൽ പറയാണ് തീർച്ചയായിട്ടും എക്സാക്ട്ലി, ആൻഡ് they can go places that are too dangerous for people like deep sea or outer space. അതുപോലെ തന്നെ ഡീപ് സീരിക്കും ഔട്ടർ സ്പേസ് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഇവർക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറയുകയാണല്ലേ. then അഞ്ചു എന്താ പറയുന്നത്, ഐ സീ യുവർ പോയിന്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ആസ്കിങ് ജോബ്സ് away from people. Then Adul, you have a good point that can be a disadvantage, but they can also create new jobs in the field of robotics. അപ്പോൾ അഞ്ചു പറയാൻ that's true, but not every can afford robots. They can be expensive to build and maintain. Adul, I agree, cost can be problem. എന്താണ് പ്രശ്നം തന്നെയാണ്, but think about they can help differently abled people.
Yes, that's a great advance. Robots can improve lives in many ways. The sentence above show എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും ആണല്ലേ. അപ്പോൾ ഈ അതുൽ പറഞ്ഞത് എന്തായിരുന്നു? എഗ്രിമെൻ്റ് ആണല്ലേ. അഞ്ചു പറഞ്ഞത് എന്താണ്? ഡിസഗ്രിമെൻ്റ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? റൈറ്റ് ദ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എഗ്രിമെൻ്റ് എഴുതുക, ദെൻ ഡിസഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ എഗ്രിമെൻറ്റ് നോക്കൂ. ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ദെൻ ഡിസഗ്രിമെൻ്റ് എന്താണ്? ബട്ട് ദർ ആർ ആൾസോ സം ഡൗൺ സ്ലൈഡ്സ് അല്ലേ. ഡൗൺ സൈഡ്സും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എഗ്രിമെൻറ്റിൽ എന്തൊക്കെ എഴുതാം. ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്. ദെൻ യാ ദാറ്റ്സ് ട്രൂ. Then exactly, I see your point. You have a good point there. That's true. I agree. Cause can be a problem. Yeah, it's a great advantage. ഓക്കെ, ഇനി നമുക്ക് ഡിസഗ്രിമെൻറ്റ് നോക്കാം. ഡിസഗ്രിമെൻറ്റിൽ എന്തൊക്കെയായിരിക്കും വരിക? യെസ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് എവേ ഫ്രം ദ പീപ്പിൾ? ദെൻ ബട്ട് ദേ ക്യാൻ ആൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. ബട്ട് നോട്ട് എവറി വൺ ക്യാൻ afford robots, but think about how they can help differently abled people. അപ്പോൾ ഡിസഗ്രിമെൻറ്റും എഗ്രിമെൻറ്റും നിങ്ങൾ എന്ത് ചെയ്തതുപോലെ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. ലെറ്റ് us കണ്ടക്ട് എ ഡിബേറ്റ് ഇൻ ദ ക്ലാസ്. വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺ ഫ്രം 2 ഗ്രൂപ്പ്സ്. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് എന്ത് കണ്ടക്ട് ചെയ്യാനാണ്? ഒരു ഡിബേറ്റ് അല്ലേ. ടോപ്പിക് എന്താണ്? വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺ. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദ ആർഗ്യുമെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ഓപ്പോസിറ്റ്. ഗ്രൂപ്പ് എ സപ്പോർട്ട് ചെയ്യുക ഈ ആർഗ്യുമെൻറ്റിനോട്, ബി എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫോർ ദ ഡിബേറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു മോഡറേറ്ററിനെ ഫിക്സ് ചെയ്യാവുന്നതാണ് അല്ലേ. ദെൻ ലെറ്റ് us ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് ആൻഡ് എ ഗ്രൂപ്പ് ബി. അപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും അവയെ നമ്മളുടെ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതുന്നത്? യൂസ് ആണല്ലേ. യൂസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഗെറ്റ് ഇൻഫോർമേഷൻ ഓൺ ഓൾ സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നതല്ലേ. ക്യാൻ യൂസ് ആസ് എ കാൽക്കുലേറ്റർ. നമുക്ക് അതുപോലെ തന്നെ എന്താണ്? ഒരു കാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ദെൻ ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റഡി എയ്ഡ്. എന്താണ്? ഒരു വലിയൊരു സ്റ്റഡി എയ്ഡ് ആണല്ലേ. ദെൻ നമുക്കതിൽ എന്ത് ചെയ്യാം? ഗെയിംസ് കളിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം പ്ലേ ഗെയിംസ്. ദെൻ ആക്സസ് ടു സോഷ്യൽ മീഡിയ. ദ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാം മ്യൂസിക് ആൻഡ് അതർ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂസിൽ എഴുതാം. ദെൻ അബ്യൂസിൽ എന്തൊക്കെ എഴുതാം? വേസ്റ്റസ് ടൈം അല്ലേ. ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് എഴുതാം? സീ തിങ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ ചിൽഡ്രൻ. ദെൻ വെരി എക്സ്പെൻസീവ് ആണല്ലേ. ദെൻ പീപ്പിൾ ബ്ലൈൻഡ്ലി കോപ്പി മാറ്റേഴ്സ്. ദെൻ പീപ്പിൾ ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ്. സ്പ്രെഡിങ് ഗോസിപ്പ് ആൻഡ് റൂമേഴ്സ്. ടു മച്ച് വ്യൂവിങ് അഫക്ട്സ് ഐസൈറ്റ്. ഒരുപാട് കണ്ടത് എന്തിന് കാരണമാകുന്നുണ്ട്? ഐസൈറ്റ്സിനും കാരണമാകുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ യൂസും അബ്യൂസും എന്തൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാറ ഹാസ് ബോഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. സാറ എന്ത് ചെയ്യാണ്? ആ ഒരു പോപ്പുലർ ഔട്ട്ലെറ്റിൽ നിന്ന് എന്ത് വാങ്ങി? യെസ്, വാഷിംഗ് മെഷീൻ വാങ്ങിയല്ലേ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ഹിയർ ഈസ് എൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. ഇമെയിൽ അല്ലേ. നോക്കൂ. ടു Then sir, I purchased a washing machine from your company a few weeks ago, but it's not working now. Kindly attend to the issue at the earliest. Copies of necessary documents are attached, Sarah. ഇവിടെ എന്താണ്? ഐ പർച്ചേസ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി ഫ്യൂ വീക്സ് ആഗോ. ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ എന്താണ്? നിങ്ങളുടെ കമ്പനിയിൽ നിന്നൊരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തു. പക്ഷേ എന്താണ്? ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ ദ ഏർലിയസ്റ്റ്. വേഗം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇഷ്യൂന്ന് ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ബട്ട് ദേ ഡിഡിൻ ലിസൺ ടു ഹിം. റിക്കി എന്താണ്? അവൻ്റെ പാരൻസിനോട് റോബോട്ടിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് ദേ ഡിഡിൻ ലിസൺ ടു ഹിം. പക്ഷെ അവരെന്താണ്? ലിസൺ ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. സോ ഹി ഡിസൈഡ് ടു രജിസ്റ്റർ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ദം ടു റീപ്ലേസ് ദ മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യാണ്? സോ ഹി ഡിസൈഡ്, അവൻ തീരുമാനിച്ചു എന്ത് ചെയ്യാണ്? ആ ഒരു കംപ്ലൈൻ്റ് അല്ലേ. എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാനാണ്? ത്രൂ ഇമെയിലിലൂടെ അല്ലേ. മാനുഫാക്ചറിങ് കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കാൻ തീരുമാനിക്കുകയാണ്.
ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ. അപ്പോൾ ആ ഇമെയിൽ തയ്യാറാക്കാൻ നമ്മളോട് ആരെ സഹായിക്കാനാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, റിക്കിയെ സഹായിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ മുകളിൽ കണ്ടു അല്ലേ. അപ്പോൾ ഇനി ആ ഒരു ഫോമാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇമെയിൽ എഴുതാം. അപ്പോൾ ഫ്രമിൽ നമുക്ക് എന്ത് എഴുതാം? ജോബ് മുണ്ടയ്ക്കൽ ഒരു hotmail.com, then to hondarobots@gmail.com, subject misprogrammed butler robot. then നമുക്ക് വിഷയം എഴുതാം അല്ലേ. വി പർച്ചേസ്ഡ് എ ബട്ടർ റോബോട്ട് ഫ്രം യുവർ കമ്പനി ഓൺ 20 ജൂൺ 2024. വി were told that we can program it do all the chores at home. We were given in the understanding it can cook, clean, serve food, tidy up things, then assist the sick or disabled people, something like that. Somehow the butler robot we got from you is not functioning smoothly. We tried to program in the way you suggested, but it does not work smoothly. The cleaning is not good and does not tidy up things properly. We therefore request you replace the butler robot that we bought from you as early as possible. Yours ഫെയ്ത്ത്ഫുള്ളി ജോബ് മുണ്ടയ്ക്കൽ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു ഇമെയിൽ തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ തയ്യാറാക്കുക. ദെൻ 7th ക്വസ്റ്റ്യൻ ആണല്ലേ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്രോസ് വേർഡ് പസിൽ റിലേറ്റഡ് ദ ഹൗസ് ഹോൾഡ് ക്ലോസ് ഫോളോയിങ് ദ ഡയറക്ഷൻ ഗിവൺ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ക്ലീൻ വിത്ത് വാട്ടർ അല്ലേ. ക്ലീൻ വിത്ത് വാട്ടർ ഏതായിരിക്കും? വാഷ് ആണല്ലേ. ദെൻ ഫ്രീ ഫ്രം ഡേർട്ട് എന്തായിരിക്കും? ഫ്രീ ഫ്രം ഡേർട്ട് ക്ലീൻ. ദെൻ തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ആൻഡ് ഫ്ലോർസ് ക്ലീൻ ഏതായിരിക്കും കൂട്ടുകാരെ? മോപ്പാണ് അല്ലേ. ദെൻ ക്ലീനിങ് വിത്ത് ബ്രൂം, ബ്രൂം കൊണ്ട് ക്ലീൻ ചെയ്യുക, സ്വീപ്പ് അല്ലേ. ദെൻ കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ് ഏതായിരിക്കും? യെസ്, ചോപ്പ് അല്ലേ. എന്താണ് വരുന്നത് ഉത്തരം? ചോപ്പ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. 8th ആക്ടിവിറ്റി എന്താണ്? ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം അല്ലേ നമുക്ക്. 8ാമത്തെ ആക്ടിവിറ്റി എന്താണ്? റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു വേരിയസ് ഹൗസ് ഹോൾഡ് കോളേഴ്സ്. ഹിയർ ഈസ് എ വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയാണല്ലേ. ദെൻ റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനിൽ നിൻ്റെ തുണികൾ കൊണ്ടിടുക. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് കഴുകാൻ റിക്കിയോട് പറയാണ്. ദെൻ റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസർ. റിക്കി നീ എന്ത് ചെയ്യുക, iron your t-shirt and trousers. Your parents might give as to you certain things. Write a few of them. നിങ്ങളുടെ പാരൻസ് എന്താണ് നിങ്ങളോട് ഇതുപോലെ കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. അവ എന്തൊക്കെയാണ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളോട് കൂട്ടുകാരെ പറയാറുള്ളത്? അപ്പോൾ നിങ്ങളോട് എന്തൊക്കെയാണോ നിങ്ങളുടെ പാരൻസ് പറയാറുള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കൊരു മാതൃക നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസ് എന്താണോ പറയുന്നത് അതവിടെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം പ്രേ വെൻ യു ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ദെൻ സെക്കൻഡ് എഴുതാം ബ്രഷ് യുവർ ടീത്ത് പ്രോപ്പർലി. എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യണം. ദെൻ സ്പെൻഡ് സം ടൈം റീഡിങ് യുവർ ബുക്സ്. കുറച്ച് സമയം ബുക്സ് ഒക്കെ റീഡ് ചെയ്യണം. ദെൻ ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സ്ലോലി, ഡോണ്ട് ബ്രഷ്. മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, തിടുക്കത്തിൽ കഴിക്കരുത് അല്ലേ. ഓൾവേസ് റെസ്പെക്ട് ആൻഡ് ഒബേ യുവർ എൽഡേഴ്സ്. എപ്പോഴും നിങ്ങളെ മൂത്തവരെ ബഹുമാനിക്കുകയും ഒബേ ചെയ്യും അനുസരിക്കുകയും ചെയ്യണം. ഇതൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ പാരൻസും പറയുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്തപോലെ എഴുതുക. ഓക്കെ, then how will you ask your parents to do something for you? Fill in the following table by giving some example. One is turn for you. Mothers, please help me pack my lunch. How will you ask your parents up to do you think? Mother, please help me pack my lunch. Then എന്തൊക്കെയായിരിക്കും? ഡാഡി ഗിവ് എ ബൈസിക്കിൾ ടു റൈഡ് ടു സ്കൂൾ. പിന്നെ എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ഡാഡിയോട് ആണെങ്കിൽ ഗിവ് എ ബൈസിക്കിൾ ടു റൈഡ് ടു സ്കൂൾ. ദെൻ മദറിനോട് പ്ലീസ് അയൺ മൈ യൂണിഫോം. ദെൻ ഡാഡി ടേക്ക് മീ ഫ്രം എ മൂവി ദിസ് വീക്കെൻഡ്. ദെൻ മദർ മേക്ക് മട്ടൺ ബിരിയാണി ദിസ് ഈവനിങ്. അങ്ങനെയൊക്കെ നിങ്ങൾ അമ്മമാരോട് ചോദിക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, then look at the following paragraph from the story. Off he went running to his parents' father. This butler robot's faulty. He has switched by things. I think they programmed him badly. Let us send him off. Note the sentence given italics.
അപ്പോൾ ഇതിൽ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള സെൻറ്റൻസ് നമ്മളോട് ശ്രദ്ധിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ദെൻ സെൻറ്റൻസ് ലൈക്ക് ദ എബോവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ പാസ്റ്റ് ഹാവിംഗ് ഇറ്റ്സ് റിലവൻസ് ഇൻ ദ പ്രസൻറ്റ്. Try to find sentence of similar pattern from the paragraph given below. Write them down in the space given. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസ് നമ്മളോട് എന്താണ് താഴെ തന്നിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പാരഗ്രാഫ് വായിച്ച് നോക്കാം. I have lived here for 30 years. I have always looked upon his place as my home. My children advised me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital which is expected to come up soon. I have realized that you cannot expect you to have everything you'd like to have. I think you too have realized it. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മുകളിൽ കണ്ട പോലത്തുള്ള സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഒരു എക്സാമ്പിളായിട്ട് നമുക്കവിടെ നൽകിയിട്ടുണ്ടല്ലേ ഇതുപോലത്തെ സെൻറ്റൻസ്. പിന്നെ ഏതൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, ഇവിടെ എന്താണ് കൂട്ടുകാരെ ഉപയോഗിച്ചിട്ടുള്ളത്? സി ദ യൂസ് ഓഫ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലേ. ഇവിടെ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് ഹാവ് ഓർ ഹാസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. സം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നമുക്ക് എഴുതിയിട്ടുണ്ട് ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. നെക്സ്റ്റ് നമുക്ക് എഴുതാം യെസ്, ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം. അതുപോലത്തെ സെൻറ്റൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? യെസ്, ദിസ് ടെൻസ് ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ പാസ്റ്റ് ഹാവിങ് ഇറ്റ് റെലവൻസ് ഇൻ ദ പ്രസൻറ്റ് അല്ലേ. പാസ്റ്റിൽ നടന്നു എന്നാൽ പ്രസൻറ്റിൽ റെലവൻസ് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ നമ്മളിപ്പോൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ എഴുതാം ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 30 years. ദെൻ സെക്കൻഡ് എഴുതാം നമുക്ക് ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. Then third, but the government has promised the residents here a new multi-speciality hospital. Then fourth, have realized that you cannot expect to have everything you like to have. Then fifth one, I think you too have realized it. അപ്പോൾ ഇത്തരം സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഇതിൽ നിന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവിയോൺമെൻറ്റ്. ലുക്ക് അറ്റ് ദ സിമ്പിൾ പോസ്റ്റേഴ്സ് നിങ്ങളോട് നോക്കാനാണല്ലേ പറഞ്ഞത്. പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ. ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്. റീപ്ലേസ് ദെയർ പാക്കേജിംഗ് വിത്ത് റീഫിൽ ആൻഡ് റീയൂസ് സിസ്റ്റം. Then don't kill our best friend. Plant a tree and add a new friend in your life. Analyze the posters for the following: content, a picture, then layout, message. What function do they serve? അവർ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ടു എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? യെസ്, ടു ഇൻസ്ട്രക്റ്റ് ആണ് അല്ലേ. ടു ഇൻസ്ട്രക്റ്റ്. ദെൻ എന്താണ്? ടു വാണ്ട്, ടു പ്രൊഹിബിറ്റ്. വാണ്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? ടു പ്രൊഹിബിറ്റ്, നിരോധിക്കല്ലേ. ടു വാണ്ട് ഓർ ടു പ്രൊഹിബിറ്റ്. Then collect some posters and observe them carefully. Collect some posters, then observe them carefully. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പോലുള്ള പോസ്റ്റർ കളക്ട് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദിസ് ഹാവ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾ. കുറച്ച് എക്സാമ്പിൾസ് പറയാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എഴുതാം പോസ്റ്റർ ഹാസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്. പോസ്റ്ററിന് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ. ദേ ആർ മോസ്റ്റ്ലി വിഷ്വലൈസ്ഡ് ആയിരിക്കും അല്ലേ. ദ പിക്ചേഴ്സ്, ഗ്രാഫിക്സ് ആർ ഇല്ലുസ്ട്രേഷൻ ആർ അട്രാക്റ്റീവ് ആൻഡ് കേപ്പബിൾ ഓഫ് പീപ്പിൾ തിങ്ക്. എങ്ങനെയുള്ളതായിരിക്കും? ഗ്രാഫിക്സും ഇല്ലുസ്ട്രേഷനും അത് അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ. ദെൻ മോസ്റ്റ് സെൻറ്റൻസ് ദ പോസ്റ്റേഴ്സ് വിൽ ബി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആസ്കിങ് ദ പീപ്പിൾ ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ്. They increase public awareness regarding the important matters that affect your everyday life. Then next നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രിപ്പയർ സം സ്ലോഗൻസ് ഇൻ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസിനെതിരെയുള്ള കുറച്ച് സ്ലോഗൻസ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വേണ്ട നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് അവർ ഔട്ട്ഡോർ ഗെയിംസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? യെസ്, സ്ലോഗൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എഴുതാം ഡോണ്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ്. ദെൻ ഡോണ്ട് ബിക്കം ആൻ ഇൻട്രോവേർട്ട് ബൈ സ്പെൻഡിങ് too much time with electronic gadgets. Then electronic gadgets are like sharp knives, they can curve and kill.
that they can cure and kill. Don't forget to talk it to your family members. Then overuse of electronic gadgets will spoil your eyesight. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള സ്ലോഗൻസ് എഴുതുക. ഓക്കെ. Then as in Ricky's home, you use a number of gadgets to make our work easier. എന്താണ് റിക്കിയുടെ വീട്ടിൽ എന്താണ്, വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് മേക്ക് അവർ വർക്ക് ഈസി. നമ്മുടെ വർക്ക് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ് ചെയ്യണം എൻ്റർടൈനും ചെയ്യുന്നുണ്ട്. ബട്ട് ഓഫൺ ദേ ആർ മിസ്യൂസ്ഡ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിത്രമൊക്കെ വരച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.